UDF മന്ത്രിസഭയിൽ ഘടകകക്ഷി വകുപ്പുകളിൽ മാറ്റം എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഷിബു ബേബി ജോണിന് വനം വകുപ്പ് ലഭിക്കും. വനത്തിനു പുറമെ നൈപുണ്യ വികസന വകുപ്പും നൽകാമെന്നാണ് ധാരണ. ടി സിദ്ദീഖിനായിരുന്നു നേരത്തെ വനം വകുപ്പ് നിശ്ചയിച്ചിരുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, ഈ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ വരുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണല്ലോ, വിവരങ്ങൾ എങ്ങനെയാണ്? ഈ അനൂപി ഘടകകക്ഷി വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ മാറ്റമുണ്ടാകുമെന്നുള്ള സൂചന ഇന്ന് വി.ഡി. സതീശൻ തന്നെ, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. അതിന്റെ ആദ്യ മാറ്റം അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ ഘടകകക്ഷികളിൽ പ്രധാനപ്പെട്ട ഷിബു ബേബി ജോണിന് വനം വകുപ്പ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയായി അവസാനഘട്ടം മന്ത്രി പട്ടികയിൽ ഇടം പിടിച്ച ടി സിദ്ദീഖിന് വനം നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ നമുക്കറിയാം, കെ മുരളീധരൻ അടക്കം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതൃപ്തി പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം ചില വകുപ്പുകൾ അത് പറഞ്ഞുകൊണ്ട് ഘടകകക്ഷികളുടെ വകുപ്പുകൾ മാറ്റുകയാണ്. ഷിബു ബേബി ജോൺ ആദ്യം ചോദിച്ചത് ജലസേചന വകുപ്പ് എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ ചോദിച്ചു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന് വനം വകുപ്പ് കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നു. വനം വകുപ്പിന് പുറമെ നൈപുണ്യ വികസന വകുപ്പും കാഷ്യൂ വകുപ്പും കൂടി അദ്ദേഹത്തിന് കൊടുക്കും എന്നുള്ള വിവരം ഇപ്പോൾ അദ്ദേഹത്തെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അനൂപ, UDF മന്ത്രിസഭയിൽ ഘടകകക്ഷി വകുപ്പുകളിൽ മാറ്റം വരുന്നുണ്ട്. ഷിബു ബേബി ജോണിന് വനം വകുപ്പ്, ഒപ്പം തന്നെ നൈപുണ്യ വികസന വകുപ്പും നൽകാമെന്നിങ്ങനെ ധാരണയായിട്ടുണ്ട്. ടി സിദ്ദീഖിനായിരുന്നു നേരത്തെ വനം വകുപ്പ് നിശ്ചയിച്ചിരുന്നത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.